രോഹിതേട്ട, ഇപ്പൊ ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഉടനടിയാണ് കേരള പോലീസ് നടപടികൾ എടുക്കുന്നത്. കേരള പോലീസ് കുറച്ചും കൂടി മികവുറ്റതാവുകയാണ് എന്നാണോ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? പിന്നെ കേരള പോലീസ് പണ്ടേ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് ഫോഴ്സാണ് കേരളത്തിന്റെ എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം, അതായത് ഹണി റോസ് പരാതി കൊടുത്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കമന്റ് ഇട്ട ഒരാളെ തൂക്കി. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുത്ത ബോബി ചെമ്മണ്ണൂരിനെ രാത്രി ഗൊറില്ല ഓപ്പറേഷനിലൂടെ പോലീസ് തൂക്കി. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നോക്കൂ, കേരള പോലീസിന്റെ സ്വർണ്ണ കിരീടത്തിലെ ഒരു പൊന്തൂവൽ കേസിനെ പറ്റി സംസാരിക്കാം. അതായത് ഡിസംബർ മാസം 17 രാവിലെ 8:03 എറണാകുളം ഇടപ്പള്ളി ടൗണിൽ, എറണാകുളത്തിന്റെ ഹൃദയമായ ഇടപ്പള്ളിയിൽ നിന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിലുള്ള ആദ്യത്തെ പാലം, കുന്നുംപുറം പാലം കയറുന്നതിന് തൊട്ട് മുമ്പ് വിനു എന്ന് പറയുന്ന 27 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെടും. വിനു എറണാകുളത്തെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ഒരാളാണ്. കാരണം അദ്ദേഹം ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനാണ്, സോഷ്യൽ മീഡിയ മാനേജറാണ്, ഒരുമാതിരിയുള്ള ചാനലുകാർക്കെല്ലാം കണക്ഷനുള്ള നല്ല ചെറുപ്പക്കാരനാണ്, ഒരു പാവം ചെറുപ്പക്കാരനാണ്. അപ്പോൾ വിനു പെട്ടു എന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരെ അമൃത ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞ് അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവിടെ കണ്ട കാഴ്ച, ഞാൻ രാവിലെ 9:30 മണിയോടുകൂടി കണ്ടാണ് അമൃത ഹോസ്പിറ്റലിൽ എത്തുന്നത്. 9:30-10 മണിയാവും. അവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച, അവിടെ പൊട്ടിക്കരഞ്ഞ് അല്ലമുറ ഇട്ടുകൊണ്ട് കരയുന്ന വിനുവിൻ്റെ അമ്മയും ഇരട്ട സഹോദരിമാരും, എന്താണ് അവരോട് പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന വിനുവിൻ്റെ സഹപ്രവർത്തകരും അച്ഛനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അമ്മയുടെ കരച്ചിൽ ഇപ്പോഴും നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. പക്ഷെ ഡിസംബർ മാസം 17 മരണപ്പെടുന്ന വിനുവിൻ്റെ കൂട്ടിയിടിച്ച 2 വാഹനങ്ങൾ, 3 ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് എന്ന് ഈ വിനുവിനെ കൊണ്ടുവന്ന ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ആ കൂട്ടിയിടിച്ച വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താൻ പോലും എളമക്കര പോലീസിന്, കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഹണി റോസിന്റെ പരാതിയിൽ വലിയ നടപടിയൊക്കെ എടുക്കുന്ന കേരള പോലീസിന്, എറണാകുളത്തെ പോലീസിന് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വിനുവിന്റെ മരണത്തിന് കാരണമായ വാഹനങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ കൃത്യമായി ചോദിക്കുന്നു, വിനുവിന്റെ മരണം അപകട മരണമായിരുന്നോ അതോ ആരെങ്കിലും കരുതി കൂട്ടി വിനുവിനെ കൊലപ്പെടുത്തിയതാണോ എന്ന് ഞങ്ങൾക്കൊക്കെ സംശയമുണ്ട്. കാരണം അറിയാം, ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സിനിമ പ്രൊമോഷൻ ചെയ്ത ആളെന്ന നിലയിൽ ശത്രുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംശയം ഉന്നയിച്ചാൽ പോലും, അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം എന്ന് പറയുന്ന കേരള പോലീസിന് വിനുവിന്റെ മരണത്തിന് കാരണമായ 2 വാഹനങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത്? എറണാകുളം നഗരത്തിലെ ഒരു CCTV ക്യാമറകളിലും ഇതൊന്നും റെക്കോർഡ് ആവില്ല എന്നാണ് കേരള പോലീസ് പറയുന്ന ഒരു വിചിത്രവാദം. അതായത് ഇടിച്ച വാഹനം, വിനു പോയത് എറണാകുളത്തും ലുലു മാളിന്റെ ഭാഗത്ത് നിന്ന് ഈ പറയപ്പെടുന്ന അമൃത ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്കാണ് പോയത്. ഇടിച്ച 2 വാഹനങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ പറയപ്പെടുന്ന ഇടപ്പള്ളി സിഗ്നലിലേക്കാണ് വന്നത്. അപ്പൊ ഇടി കഴിഞ്ഞ് വന്ന വാഹനങ്ങൾ, നിർത്താതെ പോയ വാഹനങ്ങൾ, ഈ ലുലു മാളിന്റെ ഭാഗത്ത് കുറെ ക്യാമറകൾ കണ്ണു വീഴ്ചിരിപ്പോണ്ട് ഇതിൽ പതിഞ്ഞിട്ടില്ല എന്നാണ് കേരള പോലീസിന്റെ വാദം. കേരള പോലീസിന് CCTV ഫുട്ടേജുകൾ കണ്ടെത്താൻ സാധിച്ചില്ല. കുറേ ദിവസം കേരള പോലീസിനെ നമ്പി ഇവിടുത്തെ ആളുകൾ നടന്നു. അവന് ചോദിക്കാനും പറയാം, 2 ഒറ്റക്കട്ട കെട്ടിയ 2 മുറി വീട്ടിലാണ് ഈ സഹോദരിമാരും അമ്മയും അച്ഛനും കഴിയുന്നത്. വിനു എറണാകുളത്ത് ജോലിയുടെ ഭാഗമായിട്ട് കഴിയുക, വീട്ടിലൊന്നുമില്ല, സാമ്പത്തികമായി വളരെ മോശപ്പെട്ട കുടുംബം. അപ്പോൾ അവന് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാണ് പോലീസ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറെ നമ്മുടെ സുഹൃത്തുക്കളായ കുറെ വ്ളോഗേഴ്സും ഓൺലൈൻ ചാനൽ പ്രവർത്തകരും കൂടി ഒരു ദിവസം ഇറങ്ങി. ഒറ്റ ദിവസം കൊണ്ട് ഈ വിനുവിനെ ഇടിച്ച വാഹനങ്ങൾ കൃത്യമായി കണ്ടെത്തി അതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം കേരള പോലീസിന്റെ കൈവെള്ളെ കൊണ്ടുവച്ചു കൊടുത്തു. കേരള പോലീസിന്റെ കയ്യിലാണല്ലോ അത്യാധുനിക സംവിധാനങ്ങളുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളുള്ളത്. ഈ പാവപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നും അത്തരത്തിലുള്ള ക്യാമറകളൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് അത്രയും സൂം ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ നമ്പറുകൾ ക്ലിയർ അല്ല എന്നുള്ളതാണ്. ഒരു വാഹനം 8:03 ആക്സിഡന്റ് ആകുന്നു. ഈ ഇടിച്ച വിനുവിന്റെ വാഹനവും മറ്റൊരു ഇരുചക്ര ഒരു സ്കൂട്ടറും, ഹോണ്ടയുടെ ഡിയോ എന്ന് പറയുന്ന ഒരു സ്കൂട്ടറും മറിഞ്ഞു വീഴുന്നു. അതിന്റെ ഈ ഡിയോ സ്കൂട്ടറിന്റെ ഫ്രണ്ടിലെ മഡ് ഗാർഡ് പൊട്ടി സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാണ്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സ്പോട്ട് ഇറങ്ങുമ്പോൾ എന്റെ ഫോണിൽ ഞാൻ ആ ഫോട്ടോ എടുത്താണ്. പോലീസുകാർ എടുത്തിട്ട് പോയി. ഒരു സ്കൂട്ടറിന്റെ മഡ് ഗാർഡ് പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു. ഇടിയിൽ ഒരു വാഹനത്തിൽ 2 പേർ സഞ്ചരിച്ചു. ഹീറോയുടെ പാഷൻ എന്ന് പറയുന്ന വാഹനത്തിൽ 2 പേർ സഞ്ചരിച്ചു. ഈ വാഹനം അവിടെ നിന്ന് ഇടിയുടെ ആഘാതത്തിൽ വീണില്ല. ഇവര് നേരെ ലുലുവിന്റെ ഭാഗത്തേക്ക് പോയി. അവിടെയുള്ള ഒരു കിഡ്സിന്റെ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഒരു കടയുടെ സൈഡിലൂടെ, ഇടവഴിയിലൂടെ ഇറങ്ങി 10 മിനിറ്റ് നേരത്തോളം പരിഭ്രാന്തരായി ആരോടൊക്കെയോ ഫോണിൽ സംസാരിച്ചിട്ട് ആ വാഹനവും എടുത്തു പോകുന്ന CCTV ഫുട്ടേജ് വരെ കൊണ്ടുവന്ന് കേരള പോലീസിന് കൊടുത്തു. കേരള പോലീസിന് ആ വണ്ടിയോ അത് സഞ്ചരിച്ച 2 തടിമാടന്മാരെയോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.
ഇനി ആ ഇടിച്ച സ്കൂട്ടർ ഈ 8:03 ഇടി നടന്ന് ഈ വിനുവിനെ ആരും എടുക്കാൻ തയ്യാറായില്ല. അതിലേ വന്നൊരു ഓട്ടോക്കാരൻ വിനുവിനെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ഒന്നും അറിയാത്തവനെ പോലെ മാറി നിന്നിട്ട് ഈ സ്കൂട്ടറും എടുത്ത് ലുലു മാളിന്റെ ഭാഗത്ത് കൂടി പാസ് ചെയ്യുന്നതിന്റെ CCTV ഫുട്ടേജ് എടുത്തു കൊടുത്തു. ആ വാഹനവും കണ്ടെത്താൻ സാധിച്ചില്ല. ഒന്നുകിൽ കേരള പോലീസിന്റെ ഇളമക്കല്ലിൽ ഇരിക്കുന്ന പോലീസുകാരുടെ അല്ലെങ്കിൽ കേരള പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ആരുടെയെങ്കിലും അളിയന്മാരായിരിക്കും ഈ 2 വാഹനങ്ങളിൽ സഞ്ചരിച്ചത്. അല്ലാതെ എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ കേസുകൾ തെളിയിക്കുന്ന കേരള പോലീസിന് കേവലമായ 2 ഇരുചക്ര വാഹനങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്തത്? എന്താണ് ഇതിനുള്ള ന്യായം എന്ന് പറയുന്നത്? എങ്ങനെ വേണം വിശ്വസിക്കാൻ കഴിയുക? ശില്പിക്ക് തോന്നുന്നുണ്ട് ഈ കഥ കേൾക്കുമ്പോൾ ഇതൊരു സാധാ അപകടമാണെന്ന് അവന്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ വിശ്വസിക്കുമോ? ഇല്ല, ഒരിക്കലും നമുക്കത് സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു അപകടമായി കാണാനോ, ഇനിയിപ്പോൾ സാധാരണ രീതിയിൽ നടന്ന ഒരു അപകടമാണെങ്കിൽ പോലും കൃത്യമായി അതിനു വേണ്ടിയുള്ള നടപടികൾ എടുക്കുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അന്ന് ഇത്രയും ഡിലേ വരുത്തുക എന്ന് പറയുന്നത് മേ ബി വിനു എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ ഒരു സാധാരണക്കാരനായതുകൊണ്ടും ഹണി റോസിനെ പോലത്തുള്ള സ്റ്റാറ്റസുകൾ ഇല്ലാത്തതുകൊണ്ടും. സെലിബ്രിറ്റി അല്ല വിനു, സെലിബ്രിറ്റി അല്ല. സെലിബ്രിറ്റി ആയിരുന്നുവെങ്കിൽ ആ വാഹനം ഉണ്ടാക്കിയ ഹീറോയുടെയും ഹോണ്ടയുടെയും ഒക്കെ മുതലാളിമാരെ വരെ ഉമാർ കേസിൽ പെടുത്തിയനെയായിരുന്നു. അല്ലെങ്കിൽ ഈ കേസ് വിവാദമായിട്ടില്ല. ആ പാവപ്പെട്ട അമ്മയുടെ കണ്ണീര് പറ്റിയിട്ടില്ല. അമ്മ കഴിഞ്ഞ ദിവസം SP കണ്ട് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടികളുടെ കണ്ണീര് പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പല ഓൺലൈൻ മാധ്യമ പ്രവർത്തകരോട് ഇതിനെക്കുറിച്ച് വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ വിനുവിനെ പറ്റി പറയാന്നാ ചോദിക്കുന്നത്. അത്രയ്ക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. അവനെക്കുറിച്ച് ഓർക്കാൻ പോലും പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ പയ്യനാണ് രാവിലെ അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ താൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോയതാണ് ഈ പയ്യൻ. ആ അമ്മ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വന്നതാണ് എൻ്റെ മോൻ. എൻ്റെ മോനെ തിരിച്ചതാ. എൻ്റെ മോനെ ആർക്കാ തിരിച്ചു കൊടുക്കാൻ കഴിയുക? ഇനി എന്നോടൊപ്പം ഉണ്ടായത് വിനു ഹെൽമെറ്റ് ധരിക്കാതെ 1 കിലോമീറ്റർ പോലും വാഹനം ഓടിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണ്. വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഫുൾ ഇൻഷുറൻസ് ഉണ്ട്. ലീഗൽ സൈഡ് മൊത്തം ക്ലിയർ ആക്കി വെച്ച് മാത്രം വാഹനം ഓടിക്കുന്ന പയ്യനാണ്. ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് തന്നെയാണ് ധരിച്ചത്. ആ ഹെൽമെറ്റിന്റെ ഫ്രണ്ട് വശം ഇടിച്ച് വീണ്ടും ഹെൽമെറ്റ് തകർന്നു പോകും. അമ്മ അതുപോലുള്ള ഇടിയാണ് അവിടെ ഇടിച്ചത്. ഇത് കരുതിക്കുട്ടി ഇടിച്ചിട്ടതാണോ? അത് സംശയിക്കുന്നതിൽ ആർക്കെങ്കിലും തെറ്റ് പറയാൻ കഴിയും. ഇല്ലെങ്കിൽ അത് തിരുത്തി തരേണ്ടത് ഇളമക്കര പോലീസിന്റെ ചുമതലയാണ്. 26-27 വയസ്സുള്ള ഒരു പയ്യൻ എറണാകുളം നഗരത്തിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ട് അതിന്റെ കാരണം എന്താണ്? ആരാണ് കാരണക്കാർ? ആരാണ് വിനുവിനെ കൊന്നത് എന്ന് പറയാൻ കേരള പോലീസിന് സാധിക്കുന്നില്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് കാക്കി ധരിച്ച് നടക്കുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുന്നത് അവിടെയാണ്. അപ്പോഴാണ് ഇവര് ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായ പ്രമുഖനെ റിസോർട്ട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു. ചെയ്യട്ടെ, സ്ത്രീത്വത്തെ അപമാനിച്ചതാണ്, ചെയ്യട്ടെ. PV അൻവർ MLA വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നു, ചെയ്യട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യട്ടെ. ഇവിടെ സാധാരണക്കാരന്റെ ജീവൻ ഇവിടെ ഒരു വിലയുമില്ലേ? ഒരു വിലയുമില്ലേ? ഗോപൻ സ്വാമി സമാധി പൊളിക്കാൻ പോലീസ് സംഘം എത്തിക്കോ, പൊളിച്ചോ? ഉമ്മൻചാണ്ടിയുടെ CD തിരക്കി കോയമ്പത്തൂരിലേക്ക് വലിയ റാലി നടത്തി, ചെയ്തോ? വിനു എന്ന ചെറുപ്പക്കാരന്റെ മരണത്തിന് എന്താണ് കാരണം? വിനുവിന്റെ മരണത്തിന് കാരണമായ 2 വാഹനങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ നിങ്ങൾ എടുക്കേണ്ട പണിയുടെ പകുതി ഇവിടുത്തെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ എടുത്ത് നിങ്ങളുടെ കൈകളിൽ കൊണ്ട് തന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഞങ്ങളുടെ എല്ലാം കയ്യിലുണ്ട്. പക്ഷേ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ചേസ് ചെയ്യാനുള്ള കഴിവും സാങ്കേതിക വിദ്യയും ഞങ്ങൾക്കില്ല. നിങ്ങളുടെ CCTV വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ പണം മുടക്കി വെച്ച CCTV ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ പോലീസുകാർക്ക് അത് കിട്ടുമായിരുന്നു. എന്തുകൊണ്ട് അതിന് തയ്യാറായില്ല? 10 മിനിറ്റോളം പരിഭ്രാന്തരായി മാറി നിന്ന് ഫോൺ ചെയ്ത ആ 2 പേർ അവരാരെയാണ് വിളിച്ചത്? ആ ഭാഗത്ത് ആ സമയത്ത് ഉപയോഗിച്ച ടവർ ലൊക്കേഷനുകൾ എടുത്താൽ പോരെ ആ നമ്പറുകൾ ആരുടേതാണെന്ന് കണ്ടെത്താൻ? എറണാകുളമാണ്, ഒരുപാട് കാണും, കഷ്ടപ്പെടണം, പണിയെടുക്കണം. ഒരു പയ്യന്റെ ജീവനാണ് തെരുവിൽ പൊലിഞ്ഞത്. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് പൊലിഞ്ഞു പോയത്. അതിന് കേരള പോലീസ് തയ്യാറല്ല. അപ്പോ കൊച്ചി നഗരത്തിൽ ആരെയും ഏത് നിമിഷവും ഏതൊരു വണ്ടിയും ഇടിച്ചിട്ടിട്ട് പോയാൽ ഇത്രയൊക്കെ ഉള്ളോ നടപടി? ഇൻഷുറൻസ് കിട്ടുമായിരിക്കും ചിലപ്പോൾ. അത് മാത്രമാണോ? എങ്ങനെയാണ് ഇവൻ മരണപ്പെട്ടത് എന്നുള്ള ഒരു വ്യക്തമായ ചിത്രം ആ അമ്മയ്ക്ക് വേണ്ടേ? ആ സഹോദരങ്ങൾക്ക് വേണ്ടേ? സഹപ്രവർത്തകർക്ക് വേണ്ടേ? ഇതങ്ങനെയൊന്നുമല്ല. ആരോരും ചോദിക്കാനില്ല എന്ന് കരുതി വിട്ടുകളഞ്ഞൊരു കേസ്. കേരള പോലീസിനോട്, കേരള പോലീസിന്റെ പ്രവൃത്തികളോട് ഒരുപാട് സന്തോഷവും സ്നേഹവും അഭിമാനവും ബഹുമാനവും വെച്ച് പറയുകയാണ്. ദയവേത് വിനുവിന്റെ മരണത്തിന് കാരണമായ 2 വാഹനങ്ങൾ നിങ്ങളെ ഈഗോ ഒക്കെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റിവെക്കണം. ആ ചെറുപ്പക്കാരന്റെ മരണത്തിന് കാരണമായ ആ 2 വാഹനങ്ങൾ, അതിൽ സഞ്ചരിച്ചിരുന്ന 3 പേർ അവരാരായിരുന്നു? എന്തായിരുന്നു? സദാ അപകടമാണോ? ആയിക്കോട്ടെ. കൊലപാതകമാണോ? ആണെങ്കിൽ ശിക്ഷിക്കപ്പെടണം.
ഇത് കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ആ അമ്മയുടെ കണ്ണുനീരിന് ഒരു അറുതി വരേണ്ടിയിരിക്കുന്നു. അമ്മയുടെ കണ്ണുനീര് പറ്റാൻ പോകുന്നില്ല. എങ്കിലും എന്താണ് കാരണമെന്നറിഞ്ഞാൽ മകൻ മരിച്ച വേദനയും എങ്ങനെ മരിച്ചു എന്നറിയാത്ത വേദനയും ആ അമ്മയുടെ മനസ്സിലുണ്ട്. ആ കുടുംബത്തിന് നീതി വേണം.